ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റുള്ള ഒരു മുരിങ്ങയ്ക്ക സൂപ്പാണ്, ഡ്രംസ്റ്റിക്സ് സൂപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണത്. ഇത് നമുക്കിപ്പോൾ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് കേട്ടോ. ഏത് കാലാവസ്ഥയിലും നമുക്കിത് കഴിക്കാം. ഇത് ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒരുപാട് നല്ലതാണത് കേട്ടോ. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതാണ് മുരിങ്ങയ്ക്ക. പിന്നെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ വളരെ നല്ലതാണ്. അത് കുറയ്ക്കാനൊക്കെ മുരിങ്ങയ്ക്ക വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് പോലുള്ള, അതായത് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ മുരിങ്ങയ്ക്ക വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഈ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ വല്ലാതെ നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല. തുവരപ്പരിപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് എടുക്കാം. ചെറുപയർ പരിപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി അത് ലൈറ്റാണ്. പിന്നെ ഇതിലേക്ക് 2 ചെറിയ മുരിങ്ങയ്ക്ക, നല്ല വണ്ണത്തിലുള്ള മുരിങ്ങയ്ക്കയാണെങ്കിൽ 1 മതിയാവും. കുറച്ച് ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതിൻ്റെ തൊലിയൊന്നും ഞാൻ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. വല്ലാതെ അങ്ങനെ ചുരണ്ടി കളയണ്ട, കുറച്ചിങ്ങനെ സാധാരണ നമ്മൾ ഇങ്ങനെ ചുരണ്ടി കളയില്ലേ, അത്രയും കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. നല്ല വലിയത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി, ചെറുതാണെങ്കിൽ 1 മുഴുവൻ എടുത്തോളൂ. വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളാക്കിയതും അതിലേക്ക് ചേർക്കുകയാണ്. ഇഞ്ചി ഇട്ടു, അതുപോലെ തക്കാളി ഇട്ടു. ഒക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചാൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. മുരിങ്ങയ്ക്ക മാത്രം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇതിൽ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സവാള എന്തായാലും ചേർക്കുക. ഒരു പകുതി ചേർത്താൽ മതി കേട്ടോ. ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്താൽ മതി. അതൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് അടച്ചിട്ട് വെയിറ്റ് ഇടുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വന്ന ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പ്രഷർ പോയതിൻ്റെ ശേഷമേ തുറക്കാവൂ. ഇത് പ്രഷറൊക്കെ പോയി നമുക്കിത് തുറന്ന് നോക്കാം. അതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റണം. അപ്പോൾ അതാ ഊറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിൻ്റെ ശേഷം മാത്രമേ ഉണ്ടോ അരയ്ക്കാവൂ. ചൂടോടക്കനെ അരയ്ക്കരുത്, എല്ലാം കൂടി മുഖത്തേക്ക് തെറിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല തണുത്തിട്ടുണ്ട്. ഇനി ഈ വെന്ത വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്തതിലേക്ക് ബാക്കിയുള്ള വെന്ത വെള്ളം കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ അരിച്ചെടുക്കുക. ആ ചണ്ടിയൊക്കെ ഒന്ന് കളയണം. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പും കൂടി ചൂടുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഇനി പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. കുറച്ചിങ്ങനെ ചെറിയൊരു കൊഴുപ്പ് വേണം സൂപ്പിന്, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. വല്ലാതെ ഇങ്ങനെ ലൂസായിട്ടാവുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല. നമ്മളെപ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അത് ചൂടാക്കിയിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ അതിൻ്റെ കട്ടി ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉണ്ടല്ലേ, ഇപ്പോൾ അത് ആ കട്ടി ഒന്ന് കുറച്ച് കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ആ കട്ടി കണ്ടിട്ട് വെള്ളം ഒഴിക്കരുത്. ഉണ്ടല്ലേ, ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നത് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം കേട്ടോ. അധികമൊന്നും ചേർക്കരുത്, ഒരു നുള്ളു മാത്രമേ ചേർക്കാവൂ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആ സെർവ് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കാവൂ സൂപ്പിലെപ്പോഴും. ഇനി ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി മൂപ്പിച്ചിടാം. ഉള്ളി മൂപ്പിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുടിക്കാവുന്നതാണ്. പക്ഷെ ഞാനെപ്പോഴും ഉള്ളി മൂപ്പിച്ചിട്ടാണ് ചേർക്കാറ് കേട്ടോ. നല്ല ഒരു 1-2 സ്പൂൺ നെയ്യ് എടുക്കുക. അതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളി അരിഞ്ഞതെടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. നല്ലൊരു ഫ്ലേവറാണ് ചുവന്നുള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോൾ. ആ തടുക്കാ പാനിലേക്ക് കുറച്ച് സൂപ്പ് ഒഴിച്ചിട്ട് ഇതിലേക്ക് തിരിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നല്ല രുചിയുള്ള ഒരു മുരിങ്ങയ്ക്ക സൂപ്പാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്നൊക്കെ വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്